ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒത്തിരി സന്തോഷത്തിൽ തുടങ്ങാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ഇന്ന് കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ നോക്കുന്ന സമയത്ത് ഒരാൾ നീണ്ട യാത്രയ്ക്ക് ശേഷം വത്തിക്കാനിൽ നിന്നും ധ്യാനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ മധു അങ്കിൾ വെൽക്കം ബാക്ക്. MJ അങ്കിൾ വെൽക്കം. ആര്യ ചേച്ചി വെൽക്കം. മധു അങ്കിൾ, ധ്യാനത്തെ പറ്റി പറയൂ. എങ്ങനെയുണ്ടായിരുന്നു മധുങ്ങളുടെ ധ്യാനം? നല്ല ധ്യാനമായിരുന്നു. ആണോ? അതെ. ഇനി ഇടയ്ക്കിടയ്ക്ക് പോവാൻ ചാൻസ് ഉണ്ടോ? അതെ, ഇപ്രാവശ്യം മലേഷ്യയിലായിരുന്നു ധ്യാനം. ദുബായിലും ആയിരുന്നു. അതെ. പക്ഷെ ഇവിടെ കുട്ടികളുടെ അടുത്ത് വേറെ സ്ഥലങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മധുങ്ങൾ അത് MJ കിളിമഞ്ചാരോയിലൊക്കെ പോയി പറഞ്ഞു, ആഫ്രിക്കയില്. ഞാൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ സന്ദർശിക്കുകയുണ്ടായി മലേഷ്യ പോയപ്പോൾ. എന്റെ ജ്യേഷ്ഠനെ കണ്ടിട്ടാണ് വന്നത്. അദ്ദേഹം അവിടെ വലിയൊരു നേരത്തെ സീമെൻസിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഞാൻ ഈ അടുത്ത് നല്ലൊരു ഗുരുവായൂരപ്പന്റെ പാട്ട് അദ്ദേഹം തന്നെ രചന നിർവഹിച്ച് സംഗീതം ചെയ്ത നല്ല ഗുരുവായൂരപ്പന്റെ ഒരു പാട്ട് എനിക്ക് പാടാൻ ഈ അടുത്ത് സാധിച്ചു. അപ്പൊ അദ്ദേഹം ഇനിയും പാട്ടുകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സംഗീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വത്തിക്കാനിൽ നിന്ന് സ്ട്രൈറ്റ് കൊല്ലംപൂർ ഫ്ലൈറ്റ് ആയിരുന്നു. എന്നിട്ട് MJ ഞങ്ങളുടെ ചേട്ടനെ കണ്ടു. ചേട്ടന്റെ പേര് പ്രകാശ് ചന്ദ്രൻ. പ്രകാശ് ചന്ദ്രൻ. ഓക്കെ. ചേട്ടൻ വലിയൊരു സംഗീതജ്ഞനാണ്. ഞാനൊന്നും ഒന്നുമല്ല. പിന്നെ ചേട്ടൻ എഞ്ചിനീയറിംഗ് ലൈനിൽ പോയതുകൊണ്ട് മാത്രമാണ് അത് എന്തുകൊണ്ടോ മാറി MJ ചന്ദ്രൻ എന്ന് പേരിട്ട് അത് വിനയചന്ദ്രൻ എന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് ഒത്തിരി വർത്താനം പറയാനുണ്ട് നമുക്ക്, കൂടെ ഒത്തിരി പാട്ട് കേൾക്കാനുണ്ട്, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. തുടങ്ങിയല്ലോ നമുക്ക്. റെഡിയല്ലേ കൂട്ടുകാർ 3 പേരും? റെഡി. ഓക്കെ. ഒരു ഡുവറ്റ് പെർഫോമൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. നമ്മുടെ ജനീലിയ കുട്ടിയും ഗൗരി നന്ദക്കുട്ടിയും എത്താണ് ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. ഗൗരി നന്ദക്കുട്ടിയുടെ ഒരു പാട്ട് നമ്മൾ കേട്ടു, രണ്ടാമത്തെ സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റെഡി അല്ലേ 3 പേര്? ഈ പാട്ട് ഏതാ പാടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പൊ ആര്യ ചേച്ചി കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജനീലിയ കുട്ടി ആൻഡ് ഗൗരി കുട്ടി ഓൺ സ്റ്റേജ്. ഒരുപോലെ ഇരിക്കുന്നു, മുടി മാത്രം വ്യത്യാസം. ഒരാളെ ചുരുണ്ട മുടി, ഒരാള് സ്ട്രൈറ്റ് മുടി. രണ്ടുപേരും നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അല്ല, പിന്നെ ഒരാള് സൗദിയിൽ നിന്ന്, ഒരാള് ദുബായിൽ നിന്ന്, അബുദാബി. രണ്ടും ഗൾഫ് സിംഗേഴ്സാ പാടാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നന്നായിട്ട് പാടിക്കോ. അധികം സംസാരിക്കണ്ട, എനിക്ക് ഈ പാട്ട് കേൾക്കണം. എനിക്ക് ഈ പാട്ട് പാട്ട്. വർഷം 2007. മ്യൂസിക് വിദ്യാസാഗർ സാർ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. പാടിയത് ചിത്രാമ, സുജാത ചേച്ചി, സംഗീത ചേച്ചി ജീവിച്ചിരിപ്പില്ല, നമ്മളെ വിട്ടുപോയി. സംഗീത എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, ഒരു അസാമാന്യ കലാകാരിയായിരുന്നു. സംഗീതം ഓർക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. धुम 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 दो रे
നൈസ് നൈസ് നൈസ്. കോറസ്, ഗുഡ് ജോബ്. ഗൾഫ് സുന്ദരിമാരെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല സെലക്ഷൻ, കലക്കി കേട്ടോ. പിന്നെ പാട്ടാണെങ്കിലും പല ഭാഗങ്ങളും വളരെ മനോഹരമായിരുന്നു. നന്നായിട്ട് പാടി. ചെറിയ ചെറിയ പ്രശ്നങ്ങളും പല ഭാഗങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു കാര്യം ഉള്ളത്. ജെനിലിയ മറ്റേതൊന്നും പാടി ഫസ്റ്റ് ലൈൻ. രാക്കിളി പാട്ടിൽ എന്ന് പാടുന്നില്ലേ? ടാ ഇല്ലേ? കുറച്ചും കൂടി കട്ടി കൊടുക്കാം. ഗൗരിയുടെ ദേവഹംസങ്ങൾ. അതെ പാടി. ദേവഹംസങ്ങൾ ഒന്ന് മിസ്സാവുന്നുണ്ട് അവിടെ. അതെ അത്. പിന്നെ മേലെ മേലെ മഴമേഘ പാടിതാരം. ഇപ്പൊ ഘ ക്ലിയർ ആയി. നേരത്തെ ടേക്കില് ഘ അത്ര കറക്റ്റ് ആയിട്ട് വന്നില്ല. മേഘ എന്നാ കേട്ടത്. മേഘ വേണം. മോതിരങ്ങൾ പണിയും. ഇപ്പൊ ശരിയായി. അത് പറ്റത് കുറച്ചും കൂടി നിർത്താനുണ്ടായിരുന്നു ടേക്കില് കേട്ടോ. പിന്നെ ബ്രത്ത് പ്രോബ്ലം ജനിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേർഡ്സ് കട്ടായി പോകുന്നു. കണ്ടിന്യൂസ് ആയിട്ട് സൂര്യനാള ശംഖുമാല അവിടെ ബ്രത്ത് എടുത്തു കേട്ടോ. ഇത്രയാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വളരെ നന്നായിട്ട് പാടി. ഞാൻ പ്രശ്നമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത്. നന്നായിരുന്നു. നിങ്ങളുടെ ആ കെമിസ്ട്രി കൊള്ളാം. നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം കൊള്ളാം പാടുമ്പോ. നിങ്ങൾ സ്നേഹിതരാണോ? പിന്നെ അങ്ങനെയൊന്നുമില്ല. നല്ല കൂട്ടുകാരികളാണ്. അതാണ് ഞാൻ സ്നേഹിതർ എന്ന് വെച്ചാൽ അർത്ഥം അതാണ്. അതിന് പുതിയൊരു പേര് നമുക്ക് കോയിൻ ചെയ്യാൻ പറ്റും. ഫ്രസഹോ എന്ന്. ഫ്രസഹോ ഫ്രണ്ടുമാണ്, സഹോദരിയാണ്. ഞാനങ്ങനെ വിളിക്കാറുണ്ട്. ചളിയല്ലേ ഫ്രസഹോ എന്ന് വിളിക്കാറുണ്ട്. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ശ്രമിക്കാം. നല്ല പേരല്ലേ ഫ്രസഹോ? ഫ്രസഹോ പ്രസഹോ. എങ്ങനെയുണ്ട്? നല്ലതാ, കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സെറ്റ് ആയില്ല. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് സെറ്റ് ആയില്ല. ഇനി അതൊരു ട്രെൻഡായി മാറട്ടെ. ജനറേഷന്റെ ഒരു പ്രശ്നമാണോ? ഗ്യാപ്പ് ആ ഗ്യാപ്പിലാണ് ഞാൻ കിടക്കണത്. അതുകൊണ്ട് നടുക്കിരുത്തിയേക്കണം ആ ജനറേഷൻ. ഫ്രസഹോ പറയൂ. ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴേ ഉടനെ ഓർക്കുന്നത് ഗിരീഷേട്ടനാണ്. ഗിരീഷേട്ടനല്ലേ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഗിരീഷേട്ടൻ ഓരോ റെക്കോർഡിങ് വിദ്യാജിയായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ എന്തെങ്കിലും ഒരു കമ്പോസിങ് സെഷനായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ വിവരിക്കും. അപ്പോൾ ഇതിൻ്റെ ട്യൂണിനെ പറ്റി അങ്ങനെയുള്ള ട്യൂൺ, ആദ്യം ട്യൂൺ കേൾക്കുന്നേ. അപ്പോൾ ഡാൻസ് ആണ്. അപ്പോൾ ആണ് ധും 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 അങ്ങനെ അങ്ങനെ എഴുതാനുള്ള കാരണം അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ധും 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 ഇപ്പൊ ആരാരോ എന്ന് പാടിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ധ്വനിക്കില്ല, എഫക്റ്റ് കിട്ടില്ല അല്ലേ? ആ ധും ഇങ്ങനെ ഇടിച്ചു വരുമ്പോഴാണ് പാട്ട് എന്താവണേ? സൂപ്പറാവണേ. അപ്പൊ അത് ധും 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 ദൂരെ ഏതോ രാക്കിളി പാട്ടിൽ എന്നുള്ളത് ഒരൊറ്റ സംഭവമായിട്ട് തന്നെ ഒറ്റ ത്രെഡിൽ വന്നാലാണ് അത് നന്നായിരിക്കുക. അതിനിടയ്ക്ക് ഈ ശ്വാസം എടുക്കുന്നത് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭംഗി നശിപ്പിക്കും, അതിന്റെ ഭംഗി പോകും. അതാണ്. അപ്പോൾ മധു നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണ്. അതിൽ ഇതും കൂടെ ചേർത്തോളൂ സ്വല്പം. അതുപോലെ ഈ മേലെ മേലെ മഴ മേഘപ്പാളി ഒരു മിന്നലോടെ ഉണരും അല്ലേ? ഉണരും ഇത് അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കമ്പോസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അതെ, ആ മെലഡി അവിടെ അങ്ങനെ വരുമ്പോഴാണ് ആ രാഗത്തിന്റെ ചായം വരുന്നത്. ഇതുവരെ ഉള്ളതെന്നും വ്യത്യസ്തമായിട്ട് ഒരു മെലഡിക് ഒരു ട്രെയിനിലൂടെ നമ്മൾ പോകുന്നത്. അതെ അതെ, ആ ഒരു ഭാഗത്താണ് ആ ഒരു മെലഡി. അതാണ് അത് അവിടെ കൃത്യമായിട്ട് നെയിൽ ചെയ്യണം. അത് രണ്ടുപേരും പാടുന്നത് വേറെ വേറെ ആയിട്ടും വരുന്നുണ്ട്, ഒന്നിച്ചല്ല, യൂണിസണിലല്ല വരുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് പാടി വയ്ക്കും. ഒരാൾ പാടിയിട്ട് ഒരാൾ അപ്പൊ തന്നെ പാടി. ഉണരും ഉണരും
അല്ല നിരനിരരാ. ആ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. ദോ അവിടെ ടാപ്പുണ്ട്, അവിടെ വെള്ളമുണ്ട്, അത് കുടിച്ചോണം എന്നാണ് നമ്മൾ പറയുന്നത്. ടാപ്പ് അവിടെ ഉണ്ടെന്ന് കാണിച്ചു തരും, അവിടെ പോയി സ്വന്തമായിട്ട് വെള്ളം എടുത്ത് കുടിച്ചോണം. അല്ല നമ്മൾ ഈ മൊത്തം അവിടെ പോയി ഇങ്ങനെ കപ്പിൽ കൊണ്ടുവന്ന് മക്കളെ കുടിച്ചോ എന്ന് പറയും. ഒഴിച്ചു തരിക, ആ പരിപാടിയില്ല. മനസ്സിലായില്ലേ? അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതൊക്കെ പോയിന്റ്സ് ടു റിമെമ്പർ ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോ 2 ഫ്രസഹോസ് പറഞ്ഞത് കേട്ടല്ലോ. ഗൗരി ഫ്രസഹോക്കും ജനീലെ ഫ്രസഹോക്കും മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പോയിന്റ്സ് ആയി ഞാൻ പറയാം ഫോർ ഈസിനെസ്. 1, ഡീറ്റെയിൽസ് നന്നായി ശ്രദ്ധിക്കുക. 2, ബ്രെത്ത് ശ്രദ്ധിക്കുക, ബ്രെത്ത് എടുക്കേണ്ട സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. 3, പ്രൊനൗൺസിയേഷൻ വളരെ ശ്രദ്ധിക്കുക. 4, ഇതുപോലെയുള്ള നല്ല കോമ്പിനേഷൻ, നല്ല പാട്ടുകൾ ഇനിയും സെലക്ട് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, കൺസിസ്റ്റൻസി. യെസ്, കൺസിസ്റ്റൻസി. അത്രേ ഉള്ളൂ. മാർക്കിലേക്ക് കടക്കാം. അപ്പം യെസ്, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഇതിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 പെർഫോമൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഗൗരി ഒരു എക്സെപ്ഷനാണ്. പക്ഷേ ജെനിലിയ, മറ്റു കുഞ്ഞുങ്ങളൊക്കെ ഒരു 10 പെർഫോമൻസസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ബേസിക്സിനെ പറ്റി പറയിപ്പിക്കാൻ പാടില്ല. അതിന് ഒരു കോംപ്രമൈസ് ഇല്ല. ഇനി മുതൽ അത് കുറച്ചും കൂടെ ശക്തമായും വ്യക്തമായും നമ്മൾ നോക്കും. അപ്പോ ഗൾഫ് സിസ്റ്റേഴ്സ് അപ്പോൾ നന്നായിട്ട് പാടി, പല ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മാർക്ക് 96.25 ഔട്ട് ഓഫ് 100. ഫ്രസഹോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആ പേര് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഇനി വിളിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങളെ 2 പേരിനെ അങ്ങനെയാണ് ഫ്രസഹോസ്. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്ന അല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. മധുക്കൾ, ഒരുപാട് എക്സ്പെക്ടേഷൻസുമായിട്ട് നമ്മളൊരു ഡെഡിക്കേഷൻ റൗണ്ട് കാണാൻ പോവാണ്. അമൃത AM ആണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അമൃത കുട്ടി. അമൃത മോർണിംഗ്. അതെ, മധുക്കളുടെ സുപ്രഭാതം. ഞാൻ പറയാൻ പോയിരുന്ന തമാശ പറയല്ലേ പ്ലീസ്. ഹലോ ബേബി. ഹായ് അമൃത, സുപ്രഭാതം. ഒരു കയ്യിൽ എന്തോ ഉണ്ടല്ലോ. ഇത് ഞാൻ ജഡ്ജസിന് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആരത്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ ബെസ്റ്റ് ഫ്രണ്ട്സിലെ ഏതൊരു ഫ്രണ്ടിനല്ലേ കൊടുക്കാൻ വന്നിരിക്കണേ? അതെ, മധുചേട്ടനായിരിക്കും. കുറെ നാളെ കാണുന്നുണ്ട്. അല്ല, എനിക്കറിയാം ആർക്കാന്ന്. ആർക്കാ? ക്യാപ്റ്റൻ ആയിരിക്കും. എനിക്കല്ലേ എല്ലാ സമ്മാനം കിട്ടണം. ഇപ്രാവശ്യം MJ സാറിന് കൊടുക്കാം. പാവം. അത് ഞാൻ പോയിട്ട് പറയാം. ഓക്കെ, ശരി. സ്പെഷ്യൽ ഉണ്ട്. അയ്യോ, ഞാൻ കണ്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ, നല്ല രസം. വെരി വെരി ബ്യൂട്ടിഫുൾ. കൊള്ളാലോ. ഇങ്ങനെ ഒരു പ്രസന്റ് ആദ്യമായിട്ടാണ്. നമ്മൾ 3 പേരുണ്ട്, അപ്പൊ നമുക്ക് 3 പേർക്ക് ഷെയർ ചെയ്യാം. ഒരു TV തന്നെ കൊണ്ടത്തേക്ക. അതെ, അത് അമൃതക്കുട്ടി ഉണ്ടാക്കിയതാണോ? അമൃതക്കുട്ടി ഉണ്ടാക്കിയാ? വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. താങ്ക് യു അങ്കിൾ. ഇത് ആരുടെ ഐഡിയ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ? സ്വന്തം? ഓ, അത് കൊള്ളാം. എന്ത് രസം കാണാൻ. നല്ല ഓ, ദാറ്റ് ഈസ് വെരി ക്യൂട്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഗംഭീരം. ആ ഒരു ചിന്തയുണ്ടല്ലോ ഇങ്ങനെ തരണം എന്നുള്ളത്. അതാണ്, അവിടെയാണ് സ്നേഹിക്കണേ. സൂപ്പറാണേ. താങ്ക് യു അങ്കിൾ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം. ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആർക്കാ? അച്ഛന്. അച്ഛോ. എന്താണ് അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള കാരണം? അമ്മയ്ക്ക് ബെഡ് റെസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ അച്ഛനാണ് ലഞ്ച് ഇതൊക്കെ പാക്ക് ചെയ്ത് തരുന്നത്. പിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് അച്ഛനാണ്. ബസ്സിന് ഫീസ് കൊടുക്കും, പക്ഷേ ഞാൻ ബസ്സിൽ പോവില്ല. അച്ഛൻ്റെ വണ്ടിയിൽ പോവും. കാരണം ഞാൻ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കും രാവിലെ. അതുകൊണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവരുന്നതും അച്ഛനാണ്. അച്ഛൻ അമ്മുമ്മയൊക്കെ വരാമെന്ന് പറയും, പക്ഷേ അച്ഛൻ ലീവ് എടുത്ത് അച്ഛൻ തന്നെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ അച്ഛനും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അച്ഛൻ ബസ്സിന് ഫീസ് കൊടുക്കുന്നു, പക്ഷെ ബസ് കയറൂല. അതുകൊണ്ട് അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡെഡിക്കേഷൻ ആണ്. അമ്മൂമ്മ വരുന്നു പറഞ്ഞു, വരുന്നില്ല. അതുകൊണ്ട് അച്ഛന് ഡെഡിക്കേറ്റ്. അപ്പൊ കൊള്ളാം. അപ്പൊ അച്ഛൻ എന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ തന്നെ. ഓക്കെ, ഡീറ്റെയിൽസ്. സിനിമ
വിനോദയാത്ര, വർഷം 2007, Okay. മ്യൂസിക് ഇളയരാജ സാർ, ലിറിക്സ് ശരത് വയലാർ സാർ, വെരി ഗുഡ്. പാടിയത് മഞ്ജരി മാം. ദാസേട്ടനും പാടിയിട്ടുണ്ട്. ആ വേറെ വേർഷൻ അല്ലേ? അതെ. മഞ്ജരിയുടെ വേർഷനാണ് പാടുന്നത് അല്ലേ? അതെ. ഹായ് മഞ്ജരി. ഹായ് മഞ്ജു. ഞാനെപ്പോഴും കാണുമ്പോ മഞ്ചേരി ബാബു എന്നാണ് ഞാൻ വിളിക്കാറുണ്ട് അങ്ങനെ, മഞ്ചേരി ബാബു എന്ന്. മഞ്ചേരി ബാബു എന്നാണ്. ആ വെരി അങ്ങനെ പറയുമ്പോ ദേഷ്യം വരും. ഭയങ്കര ടാലന്റ് ആണ് അവരൊക്കെ. നമുക്ക് കൊച്ചുകുട്ടികളായതുകൊണ്ട് അങ്ങനെ കണ്ടതുകൊണ്ട് മഞ്ചേരി ഇപ്പോൾ എക്സ്ട്രോണറി ടാലന്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മഞ്ചേരി ലെജൻഡ് ആണെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കെപ്പോഴും മഞ്ചേരി കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹായ് മഞ്ചേരി. അപ്പോൾ പാടിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി Thank you. ബെസ്റ്റ്. കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം,
വെരി നൈസ് സൂപ്പർ. അമൃതക്കുട്ടി, എന്തോ നമുക്ക് ആദ്യം അച്ഛന്റെ അടുത്ത് ചോദിച്ചു നോക്കാം അല്ലെ? അച്ഛനല്ലേ ഡെഡിക്കേറ്റ് ചെയ്തത് നമ്മുടെ അതെ. പാട്ട്? ചേട്ടൻ എന്ത് തോന്നുന്നു പാട്ട് കേട്ടിട്ട്? വളരെ സന്തോഷം. നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ആ സീനിലുള്ള ഇതൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതായത് ആ മഴയത്തുള്ള സീനൊക്കെ നോക്കും. മഴ ഭയങ്കര ഇഷ്ടമാണ്. ആഹാ. അപ്പോ മഴ വരുന്ന സമയത്ത് ചിലപ്പോ എന്നെ കൂടെ പിടിച്ച് മഴയത്തോട്ടൊക്കെ. അപ്പൊ ഒരു ചേർച്ചയുണ്ട് ഇതിന്റെ വിഷ്വലുമായിട്ട്. പിന്നെ അതുപോലെ സ്കൂളിൽ വിടുന്ന ആ രംഗം അതിലുണ്ടായിരുന്നു. ഈ സൈക്കിളിൽ കൊണ്ടുവിടുന്നതാണ്. മോളിപ്പോ ബസ്സിന് പൈസ കൊടുത്താല് എന്നെ ബൈക്കിലാണ് പോകുന്നത്. ഈ ബസ്സിന് പൈസ എത്ര നാളത്തേക്ക് അടച്ചിട്ടുണ്ട്? 3 മാസത്തേക്ക് അടയ്ക്കും. പോവില്ല, അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോകും. അതെ, പൈസ അടച്ചു വെച്ചേക്കും. ബസ് വരുന്ന സമയം നോക്കിയിട്ട് ഉറങ്ങിക്കിടക്കും. എന്നിട്ട് ഈ ബസ് പോയെന്ന് അപ്പൊ ചാടി പറയുമ്പോൾ എണീക്കും. എന്റെ അതേ സ്വഭാവമാണ് കേട്ടോ. നമ്മുടെ അമൃതക്കുട്ടിയെ എന്റെ പടയാളിയാണേ. ആണല്ലേ? ആണോ? ഫ്രം തിരുവനന്തപുരം, തിരുവല്ലം അല്ലേ? ആ തിരുവല്ല അങ്ങോട്ട് പോകുമ്പോ കരുമം തിരുവല്ലം, തിരിച്ചു വരുമ്പോ തിരുവല്ല കരിമോ അല്ല തിരുമം കരുവല്ലം, അല്ല അങ്ങനല്ലേ? തിരുവല്ലം കരിമോ അല്ല തിരുമം കരുവല്ലം. അങ്ങനെയൊന്നല്ല. ആ. പിന്നെ നമുക്ക് പറക്കണ്ടേ? ആ പറക്കാം. ഈ പാട്ടിൽ എങ്ങനെ പറക്കും? എങ്ങനെ പറക്കും? ആ, ഇതിൽ സ്വിംഗ് ഉണ്ടല്ലോ, ആ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ എങ്ങനെയാണ്? ഡു 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 ഡു. ആ അതെ. കറക്റ്റാ. ആ ഡീഡ് കുറച്ചുകൂടെ വന്നാ സൂപ്പർ ആയിരിക്കും. ഇപ്പൊ തന്നെ അസലായിട്ട് പാടിയിട്ടുണ്ട്. അതില് ചെറിയ സജഷൻസ് മാത്രം പറയാം. കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. ചെന്നെത്തി നീ കയ്യെത്തണം, കയ്യെത്തി നീ കണ്ടെത്തണം. ഓക്കെ ഇതുവരെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിന്റെ കൺക്ലൂഷനാണ് അടുത്ത ലൈൻ. അപ്പൊ അത് കുറച്ചും കൂടെ പുഷ് ചെയ്ത് പാടണം. അടുത്ത ലൈൻ എങ്ങനെ? അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത്, Timing. കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. ഓക്കെ, നൈസ്. പിന്നെ ഈ കുന്നത്തെ എന്ന് പാടിയില്ലേ, സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. പിന്നെ മൗനത്തിൻ മഞ്ജീരമേ എന്ന് പാടിയില്ലേ, ആ അത് സൂപ്പറായിരുന്നു. താങ്ക് യു അങ്കിൾ. ഇപ്പൊ ഒരു ചെറിയ ചലഞ്ച് തരട്ടെ. റെഡി? ആർ യു റെഡി ഫോർ ദി ചലഞ്ച്? യെസ് റെഡി. നമ്മൾ തിരുവനന്തപുരംകാരല്ലേ, അതെ. അപ്പൊ ഈ ചലഞ്ച് അതായത് താളം ഒന്ന് മാറ്റാം. 1 2 3 4 1 2 3 4 റണ്ണി ഒരു റിതം കൊടുത്തോ. ഇതിലെങ്ങനെ ഈ പാട്ട് പാടും? കയ്യെത്താ കൊമ്പത്തോ കുമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. ചെന്നെത്തി നീ കയ്യെത്തണം. ഓക്കെ, അപ്പൊ ഒരു ചലഞ്ച് കഴിഞ്ഞു. അടുത്ത ചലഞ്ച് നോക്കാം. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. കയ്യെത്താ കൊമ്പത്തോ സബാഷ്. കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. എന്റെ അനിയത്തി ആരാധ്യക്ക് ഒരു ഹായ് കൊടുക്കാമോ? ഹലോ ആരാധ്യ. അമൃതക്കുട്ടി. എന്തോ എനിക്ക് തോന്നിയത് അമൃതക്കുട്ടിയുടെ വോയിസിന് പറ്റിയ സോങ്ങാ സെലക്ട് ചെയ്ത്. ഭയങ്കര രസമുണ്ടായിരുന്നു. അതുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ ആ പാട്ടിന്റെ, അത് അതുപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അമൃതക്കുട്ടിക്ക്. അതുപോലെ പാടാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എസ്പെഷ്യലി ആ ചേലുള്ളൊരോമൽ കുഞ്ഞാകണം, ആ കുഞ്ഞാകണം എന്നുള്ളത് ആ അമൃതക്കുട്ടിയുടെ ആ കുട്ടി വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു ചേച്ചി. ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടും തോന്നി കേട്ടോ. ഇതാണ് ഇറ്റ് വർക്ക്സ് ലൈക്ക് മാജിക് വെൻ നിങ്ങൾക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ നല്ല രസമുള്ള സാധനങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ നിങ്ങളുടേതായിട്ടുള്ള ഫ്ലേവേഴ്സിൽ വരുന്നത് കാണാം. അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. അത് ഞാൻ ഇവിടെ കണ്ടു എന്നുള്ളതാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമൃതക്കുട്ടി. പിന്നെ ഭയങ്കര സുഖമുള്ള പാട്ടാണ്.
ഇങ്ങനെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിങ്ങനെ ആടി ആടി നമ്മളും ആദ്യം തൊട്ടിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്നുപേരും ഇങ്ങനെ ആടിക്കൊണ്ടാണ് പാട്ട് കേൾക്കുന്നത്. അത് ഭയങ്കര സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അത് അതിന്റെ ബിഗ് റീസൺ അമൃത അവിടെ ടെൻഷൻ ഇല്ലാതെ പാടുന്നോണ്ടാണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഇനിയും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സുപ്രഭാതം അമൃത. സുപ്രഭാതം മധു. കുറെ നാളായല്ലോ കണ്ടിട്ട്. കുറെ നാളുകളായി. ഞാൻ ഭയങ്കര മിസ് ചെയ്തു. ശരിക്കും മിസ് ചെയ്തു. ശരിക്കും മിസ് ചെയ്തു. ശരിക്കും ഞാനും അതെ. ഈ ടോപ്പ് സിംഗറും ഇവിടുത്തെ കുട്ടികളെയും എല്ലാവരും മിസ് ചെയ്തു. എല്ലാവരോടും ഉള്ള എല്ലാവരും മിസ് ചെയ്തു ഞാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റൂ. മലേഷ്യയിൽ പോയി പ്രാവശ്യം. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് പാട്ട് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇപ്പൊ ഈ ആര്യ പറഞ്ഞ പോലെ അമൃതയുടെ ശബ്ദത്തിന് മാച്ച് ചെയ്യുന്ന പാട്ടാണിത്. നല്ല ഈസി ആയിട്ടുള്ള പാട്ടാ അല്ലേ? ഇത് കേൾക്കുമ്പോഴേ കാക്കേ കൂടെ എവിടെയെന്ന് പാടാൻ തോന്നുന്നല്ലേ? കാക്കേ കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടു, കുഞ്ഞിനു തീറ്റി കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കണ്ടാ? അപ്പൊ അതുപോലെയാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടൊരു പാട്ടാണ് രാജസാർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും. എന്ന് വെച്ചാൽ വിഷമം കുറച്ച് ടാലന്റ് വേണം അത് പാടണമെങ്കിൽ. അതെ, പല്ലവി അങ്ങനെയാണ്. കാക്ക കൂടെ ഇവിടെ പോലെ ഈസിയാണ്. അതെ, അപ്പൊ എനിക്ക് പല ഭാഗങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു. ആ സ്വിങ് ആണ് എനിക്കും കുറച്ചും കൂടി വേണം തോന്നിയത്. നേരത്തെ പറഞ്ഞില്ലേ ഊഞ്ഞാലാടുന്ന പോലെ. അപ്പോൾ അതാണ് എനിക്ക് മിസ് ചെയ്തത്. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ നോട്ടൊന്ന് ചെറുതായിട്ട് എത്താനുണ്ട്, മൈന്യൂട്ടായിട്ട് ശ്രുതി പ്രശ്നങ്ങൾ, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. മിടുക്കിയാണ്, നല്ല ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. ഈ സിനിമയിൽ ഞാനൊരു നല്ല പാട്ട് പാടിയിട്ടുണ്ട്. ഞാനും ഇത് മഞ്ചേരി അല്ലേ, ഇതിന്റെ മെയിൽ വെർഷൻ ദാസേട്ടൻ പാടി. ഇതിലൊരു നല്ല മെലഡി ഞാനും ശ്വേതയും പാടിയിട്ടുണ്ട്. ശ്വേത രാജസാറിന് വേണ്ടി പാടുന്ന ആദ്യത്തെ പാട്ടാണ്. അത് എൻ്റെ കൂടെ ഒരു ഡ്യുവറ്റാണ്. അതൊന്ന് പാടിത്തരോ ഞങ്ങൾക്ക് കുറച്ച്? ഓക്കെ, റെഡി. മന്ദാരപ്പൂമൂളി കാതിൽ തൈമാസം വന്നല്ലോ, സിന്ദൂരപ്പൂ പാടി കൂടെ നീ സ്വന്തമായല്ലോ, ആരാരും കാണാതെ ആമ്പൽ കിനാവും ഒന്നൊന്നും മിണ്ടാതെ ഈരന്നിലാവും ഒന്നാകും പോലെ ശ്രുതിയായി ലയമായി മന്ദാരപ്പൂമൂളി കാതിൽ തൈമാസം വന്നല്ലോ, സിന്ദൂരപ്പൂ പാടി കൂടെ നീ സ്വന്തമായല്ലോ. ഇത് ഡ്യുവറ്റും ഉണ്ട്, എൻ്റെ സോളോ വെർഷനും ഉണ്ട് അതിൻ്റെ ഓഡിയോ CD-യിൽ അന്നത്തെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. അമൃത, സുപ്രഭാതം. എന്തോ അമൃത കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. താങ്ക് യു അങ്കിൾ. ഓക്കെ ചക്കരെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ടാറ്റാ. ടാറ്റാ. ആര്യ ചേച്ചി, ഓ MJ അങ്കിൾ, മധു അങ്കിൾ, നമുക്കിനി ഒത്തിരി സന്തോഷമുള്ള ഒരു സമയമാണ്. കാരണം ഇനി വരാൻ പോകുന്നത് ഒരു ചോട്ടാ നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ എത്താണ്. വലിയ പേരാണെങ്കിലും ഒരു കുഞ്ഞു മനുഷ്യനെയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ധനശ്രീ കുട്ടിയെത്താണ്. ലെറ്റ്സ് വെൽക്കം ധനശ്രീ ഓൺ സ്റ്റേജ്. ഹലോ മഞ്ജുത്തി. ഇതാരേ വന്നേക്കണേ? ചിരി നോക്ക്. ആരാ? പാത്തുമ്മയോ? ഐഷ ബീവിയോ? ആരാ ഇത്? പാച്ചുമ്മയുടെ ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഇന്ന്. അതാ ചേട്ടന് ഇഷ്ടാണോ? ചേട്ടൻ വഴക്കറിയോ? അമ്പള ചേട്ടാ. അപ്പൊ കുഞ്ഞെന്ത് പറയും ചേട്ടനോട്? ചേട്ടനും ഞാനും വഴക്കിടും. എന്തിനാ വഴക്കിടണേ? ചേട്ടൻ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ചേട്ടനെ. എന്തിനാ ചേട്ടൻ അടിക്കുന്നത്? ചേട്ടന്റെ സാധനം എടുക്കുമ്പോ ഞാൻ ചേട്ടനായിരിക്കും, ചേട്ടന്റെ സാധനങ്ങൾ ഞാൻ എടുക്കുമ്പോ ചേട്ടൻ എന്നെ അടിക്കും. അങ്ങനെയാണ്. അതെന്തിനാണ് ചേട്ടന്റെ സാധനങ്ങൾ എടുക്കുമ്പോഴാണ് പ്രശ്നം.
ചെലപ്പോ ചേട്ടൻ എന്റെ സാധനങ്ങൾ ചേട്ടന്റെ സാധനങ്ങളുടെ കൂടെ വച്ചിക്കും. മിക്സ് ആയിപ്പോ അങ്ങനെ മിക്സ് ആക്കും ചിലപ്പോ ആയി അല്ലേ? പോകുന്നതാ. അത് ശരിയല്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ ചേട്ടൻ? അതെ, ആ ചേട്ടനോട് ചോദിക്കട്ടെ, എന്തിനാ അനീത്തിയുടെ സാധനങ്ങൾ കിട്ടാൻ പോണേ? ചുമ്മാ വെറുതെ. ചുമ്മാ വെറുതെ ഒരു അപ്പൊ രസത്തിന് ചുമ്മാ ഒരു ഇടി കിട്ടാൻ വേണ്ടിട്ടാടാ. ചേട്ടന്റെ പേരെന്താ? ദക്ഷിൻ. നൈസ് നെയിം. താങ്ക് യു. അമ്മയോടാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തല്ലേ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതായത് ആ മകൻ്റെ ഒരു വലിയ അനുഗ്രഹത്തിലാണ് നമ്മുടെ കുഞ്ഞ് ഈ ടോപ്പ് സിംഗറിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു അങ്ങനെ ഒരു ഡിവൈൻ ഒരു യാത്രയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മോനെ ഇന്ന് കണ്ടത് വളരെയധികം സന്തോഷം. സുന്ദരനാണേ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 5 5-ലാണോ? ഓ അപ്പൊ പാത്തുമാ ആ ഏതാണ് പാട്ട്? കദളി വാഴക്കയിലിരുന്ന്. ആഹാ, ഈ കദളി വാഴ എന്ന് പറഞ്ഞ എന്താ? കദളിയുടെ വാഴ. കദളിന്റെ വാഴ. കദളിയുടെ വാഴ. പഴം ഉണ്ടാവണ വാഴ അല്ലേ? ഈ കാക്ക എന്ന് പറഞ്ഞ ആരാ? അത് തന്നെയാ കാക്ക. അതാണ് അത് തന്നെ കാക്ക. കാക്ക. ഞാൻ കാക്ക. കാക്കയ്ക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പേരുണ്ടോ? ക്രോ. ക്ലൂ കൊടുക്കല്ലേ? അതും ഇതിലും നല്ല ക്ലൂ സ്വപ്നങ്ങൾ മാത്രം. അപ്പൊ ഈ പാട്ട് ഇങ്ങനെയാണോ? വിറുന്നുകാര വിറുന്നുകാര. പിന്നെയോ വിരുന്നുകാര 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 ഇങ്ങനെയായിരുന്നല്ലേ? വന്നാട്ടെ. നമ്മൾ കേട്ടത് അങ്ങനെയാ മാത്രം. നമ്മള് ആ മധുചേട്ടനെ പഠിപ്പിച്ചു കൊടുക്കൂ. വിരുന്നുകാര 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 വന്നാട്ടെ. വിരുന്നുകാര വന്നാട്ടെ. ഇങ്ങനെയാണല്ലേ? അത് ശരി. ചുന്ദരിയാണോ? അതെ, അതെ. ഭയങ്കര ചുന്ദരിയാട്ടോ. ഈ വേഷത്തിൽ വന്നപ്പോ എന്തോരം ചുന്ദരിയാ. അതെ അതെ അതെ. എന്റെ അങ്കിളിന് വേണ്ടി ഞാൻ ഒരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണ്? അതെന്താ? ഞാൻ കദളി വാഴ കയ്യിലിരുന്നു. ആ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പാടും. ആണോ? ശരി ശരി പാടും. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പാടും. സസ്പെൻസ് അത്. അതെ. ഡാൻസ് ഉണ്ടോ ഇന്ന്? ഇല്ല. ഇന്ന് മധുരമഴ വരും കേട്ടോ. അപ്പൊ മധുചേട്ടനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാം. എന്റെ ഗുരുനാഥൻ വരുന്നതായിരിക്കും. എന്റെ അച്ഛനും മധു അങ്കിളിനും കൂടെ ഡാൻസ് കളിക്കാം. രണ്ടുപേരും അച്ഛനും മധുവങ്ങളും കൊണ്ട് ഡാൻസ് എല്ലാവരും കേട്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് എന്താണ്? 1960 സിനിമയിലെ ഒരു പാട്ടാണ് ഞാൻ അത് ഏത് ഇവിടെ സിനിമയാ? പാടാൻ വന്നത്. അത് ഏത് സിനിമയാ? സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കണ സാധനം എനിക്കറിയാം. പിന്നെ അതാ ഞാൻ പറഞ്ഞ ഉമ്മ എന്ന സിനിമയുടെ പാട്ടാണ് ഞാൻ പാടാൻ വന്നത്. പിന്നെ റിലിക്സ് പി ഭാസ്കരൻ റിലിക്സ്. റിലിക്സ് റിലിക്സ് ഭാസ്കരൻ പി മാസ്റ്റർ. പാക്കരൻ. പി ഭാസ്കരൻ മാസ്റ്റർ. ഭാസ്കരൻ മാഷ്. പിന്നെ മ്യൂസിക് MS ബാബുരാജ് സാർ. ഓക്കെ. പാടിയത് ജിക്കിയമ്മ. ജിക്കിയമ്മയുടെ വേറെ പേര് കൃഷ്ണവേണി. ആണോ? ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതാരാ പഠിപ്പിച്ചെന്ന്? അച്ഛൻ പറഞ്ഞു തന്നു അല്ലേ? അല്ല, പിന്നെ അമ്മയാ. അമ്മ പിന്നെ അമ്മ എനിക്ക് യൂട്യൂബിൽ പാട്ട് എടുത്ത് തരുമ്പോ അതിന്റെ താഴെ ഇങ്ങനെ ജിക്കിയമ്മ പാടുന്ന അത് കാണും. അപ്പൊ ഞാൻ അത് കണ്ടോണ്ടിരിക്കും. അപ്പൊ നന്നായിട്ട് പാടുവോ? ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിരുന്നു വിരുന്ന വിളി.
പൊളി. പദ്മ എന്താ എനിക്കൊന്ന് പാടിത്തരുമോ? ആ നേരത്തെ പറഞ്ഞ പാട്ട് മൊത്തം ഒരു ആക്ഷൻ സോങ് ആയിരുന്നല്ലോ. ആ. ഒന്നുകൂടെ പാടിത്തരാമോ? കദളി വാഴ. അപ്പൊ കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാര 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 വന്നാട്ടെ. വിരുന്നുകാര 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 വന്നാട്ടെ. ആ. അതെ കദളി വാഴ അങ്ങോട്ട് വയസ്സൻ വരുന്ന എങ്ങനെയാ? വയസ്സൻ വയസ്സനാണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് അയിലയും ചോറും നൽകണം. മൊത്തം ആക്ഷൻ സോങ് ആണോ? പിന്നെ ആ ഇടിച്ചിടിച്ച് കൊടുക്കണമെന്ന് കാണിക്കാവോ? ഇടക്കിടക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. ഇടക്കിടക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ച് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണം. അത് രണ്ടാമത്തേലാ. ആദ്യത്തേല് കൊടുക്കണം, രണ്ടാമത്തേലോ ഇനി കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ്. അയ്യോ ഇതെന്തൊരു എന്തൊരു ശല്യം ശല്യം അതാണ്. അല്ലേ? പിന്നെ ഇനി എം ജെ അങ്കിളിന് ഗിഫ്റ്റ് കൊടുക്കോ? പിന്നെ അല്ലല്ല ആ സുറുമാണ് സുറുമ. ഇതാണ് സുന്ദരനാണ് വരുന്നതെങ്കിൽ സുറുമയിട്ടെഴുതേണം. മിടുക്കിയാണോടാ. അതെ 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 ഒരു വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അതെ കണ്ണൊക്കെ പോണോ? നല്ല റിതം സെൻസ് ആണ്. അതെ 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 കൃത്യം. അത് ഈ ആക്ഷനും അതിന്റെ കൂടെ ഈ പാട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഈസി ഇത്രയും ഒന്നുമല്ല. കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ അല്ലേ? അയ്യോ അങ്കിളൊക്കെ ചെയ്ത് തെറ്റിപ്പോകും കേട്ടോ. ഈ ഗിയറുള്ള വണ്ടി ഓടിക്കണ പോലെ അത് അല്ലേ? ഗിയർ മാറ്റണം, ക്ലച്ച് ചവിട്ടണം, എന്തൊക്കെ ചെയ്യണം? സ്റ്റിയറിംഗ് പിടിക്കണം. അതാണ് എല്ലാം ചെയ്യണം. പവർ ബ്രേക്ക് പിടിക്കണം. പാത്തുക്കുട്ടി, എന്താ എനിക്ക് കാണുന്നില്ല ഇവിടുന്ന്. ആ സ്ക്രീനും പച്ചയായിരുന്നു, പാത്തുക്കുട്ടിയും പച്ച. വരാം. വായോ, അതെ കാണുന്നില്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ വരാം. നോക്കട്ടെ. പാത്തൂട്ടി ഓടി വന്നു കേട്ടോ. ഇതാണ് പാത്തുട്ടി. പാത്തുട്ടി. എല്ലാവരും കണ്ടോ? സ്റ്റേജിൽ നിൽക്കുമ്പോ നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് പാത്തുട്ടി. ഹായ് പറയൂ. ഹായ്. എം ജെ സാറിനോട് ഹായ് പറയൂ. ഇപ്പൊ കണ്ടില്ലേ? അപ്പൊ പാത്തുക്കുട്ടി, എം ജെ സാറിന് എന്ത് ഗിഫ്റ്റാ കൊടുക്കാൻ പോണേ? ഒരു പാട്ട് പാടിക്കൊടുക്കാം. ആ, ഏത് പാട്ടാ പാടി കൊടുക്കുന്നേ? കാത്തിരുന്ന് 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 കൊള്ളാലോ. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെളിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ തലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഓർത്തിരുന്ന് ഓർത്തിരുന്ന് നിഴല് പോലെ ചിറകൊടിഞ്ഞ് കാറ്റിനാടി നാളമായി നൂല് പോലെ നേർത്തുപോ ചിരി മറന്നു പോയി. ഇത്രയുള്ളൂ. വെരി നൈസ്, സൂപ്പർ ഇടുക്കി. സൂപ്പർ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ അതെന്താ ഈ പാട്ട് എം ജെ സാറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേ? അമ്മ പറഞ്ഞിട്ടാ. അമ്മ പറഞ്ഞിട്ടാണോ? പറഞ്ഞിട്ടാണോ? ഞാൻ അമ്മയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഈ പാട്ട് എം ജെ സാറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ. അങ്ങോട്ട് പറഞ്ഞോ? അമ്മയുടെ പറഞ്ഞോ? ആ അപ്പൊ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് പാടാം, കൊടുത്തേക്കാം. കൊടുത്തേക്കാന്ന് പറഞ്ഞു അല്ലേ? അതെ. അങ്കിളുടെ ഒരു ഗിഫ്റ്റ് വേണ്ടേ? അങ്കിളിന് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരുമ്പോ അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് വേണ്ടേ? എന്ത് ഗിഫ്റ്റ്? തരട്ടെ, ആ തരാട്ടോ. ആ അയ്യേ ഇതാണ് ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു. മധുബാലകൃഷ്ണൻ, എന്തോ എന്റെ ഉമ്മയ്ക്ക് അത്രയും വിലയില്ല. കൊച്ചു അല്ലെ, മുട്ടായൊക്കെ കിട്ടുന്നൊക്കെയാണ് വിചാരിച്ചത്. ഇല്ല. സത്യം പറ. മിഠായി മഴയാണ് ഗിഫ്റ്റ്. ഓക്കെ, എന്തായാലും ഒരു ഉമ്മ കൊടുത്തേക്ക് എന്തായാലും. ആ. എന്തായാലും തന്നേക്ക് ഒരു വഴി. ഉമ്മ. എന്തായാലും തന്നെ ഒരു വഴിക്ക് പോവല്ലേ. എനിക്ക് ഇഷ്ടമായിട്ടോ പാടിയത്, താങ്ക് യു സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ആക്ഷൻസ് അതിൻ്റെ ഉള്ളിൽ പാട്ട് കറക്റ്റ് വഴിക്ക് പോകുന്നുണ്ട്, താളം കറക്റ്റ് ആണ്, എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു കഴിവാണ് കേട്ടോ.
എനിക്ക് നല്ല വൃത്തി വരയ്ക്കാൻ അറിയാം. വരയ്ക്കാനും അറിയോ? വരയ്ക്കാനും അറിയാം. കഴിവാണെന്ന് പറഞ്ഞപ്പോഴേ അത് ശരി. എന്തൊക്കെ കഴിവുകളാ അല്ലേ? വരയ്ക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, പാട്ട് പാടുമ്പോ ആക്ഷൻ കാണിക്കാൻ അറിയാം. ഡാൻസ് അതിനെന്തൊക്കെ? എല്ലാം ഉണ്ട്. ഡാൻസ് അത് മാറി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ മധു അങ്കിള് എന്റെ അച്ഛനും കൂടെ ഡാൻസ് കളിക്കാൻ. ഇത്രയും കഴിവുകളുള്ള പാത്തുമ്മയ്ക്ക് അവിടെ പോയി നിന്ന ഒരു സമ്മാനം കിട്ടും. മുട്ടായി മഴ. അന്ന് പോയി നിന്ന് നോക്കിയേ. അത് ഡാൻസ് കഴിഞ്ഞിട്ട് മതി മഴ. അച്ഛനും മധുവങ്ങളും കൊണ്ടുള്ള ഡാൻസ് വേണ്ടേ? വേണം. ആ മിനുട്ടി വിളിച്ചോ? ഉണ്ടോ? വിളിച്ചോ. അച്ഛമായോ? ഒരു മേമ്പടിക്ക് MJ സാറും ആയിക്കോട്ടെ. വന്നോ എല്ലാരും പൊക്കോ. ഡാൻസ് കളിക്കാം. ആക്ഷൻ കാണിച്ചു കൊടുക്കണേ. എന്ത് മുദ്രക? എന്ത് മുദ്രകൾ? ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. ഓ അതെനിക്കറിയില്ലായിരുന്നു. വാ മധുക്കൾ, കമോൺ. ഞാനും വരാം ഒരു സപ്പോർട്ടിന്. ചേച്ചി ചേച്ചി മധു അങ്കിള് എനിക്ക് വന്നു. അല്ല, എന്റെ വേഷം ഡാൻസിന് ചേരില്ല. അതേണ്ട ശരി അതൊക്കെ ഈ ചേരുന്ന ഡാൻസ് മതി. ഹലോ അങ്കിള് വാ. ചേർത്തോളാം. അങ്കിള് വയ്യാണ്ടിരിക്കുക. ഇനി എങ്ങനെയാന്ന് വയ്യ. എങ്കിൽ ഈ മീനൂട്ടി ചേച്ചി പിടിച്ചോണ്ട് വരണം. ഞാൻ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് ചെല്ല്. പിടിച്ചോണ്ട് ഡാൻസ് അഞ്ചങ്ങൾ വരണേ. ഞാൻ വെറുതെ അവിടെ വരെ ഒന്ന് നാണം കെടുത്തരുത് എന്നെ. പിടിച്ചോണ്ട്. അതെ, അറിയാം. വരട്ടെ ഒരു മധുര മഴ. അത് അങ്ങനെയാണോ? വരിക. ആർക്കാണ് നമ്മള് മധുരമഴ കൊടുക്കുന്നത്? അത് മാത്രല്ല, അമ്മയ്ക്കുണ്ട്, മോക്കുണ്ട്, പിന്നെ ആ ചേട്ടനുണ്ട്, പിന്നെ അച്ഛനുണ്ട്. എല്ലാവർക്കും കൂടി ഒരു മധുരമഴ അങ്ങനെ പോരട്ടെ. ഒരു മഴവിൽ നേഴാം വർണ്ണം പൂവൽ കവിളിടയിൽ നിന്മായാലാവണ്യം. നമുക്ക് ഇനി ഒരു മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളെത്താൻ പോവാണ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം റിയാൻ കുട്ടൻ ഒരു മെലഡി പെർഫോമൻസുമായിട്ട് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. കുട്ടാ റിയാൻ കുട്ടാ. എന്തോ സാർ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഒരു പാട്ട്. കളിപ്പാട്ടമായി കൺമണി എന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. അതിപ്പോഴും ചെവിയിലുണ്ട് ട്ടാ. താങ്ക് യു സാർ. ഒരു രക്ഷയില്ലട്ടാ റിയാൻകുട്ട. താങ്ക് യു സാർ. എങ്ങനെയാ റിയാൻകുട്ട ഇങ്ങനെയൊക്കെ പാടുന്നത്? എനിക്ക് ഒരു പ്രാക്ടീസ് ഇന്നുണ്ട്. ഒരു ബേസ് പ്രാക്ടീസ് കീബോർഡില്. ഫസ്റ്റ് തുടങ്ങുന്നത് സാപ്പാസ് കഴിഞ്ഞ് ഓന്ന്. ഏകദേശമൊക്കെ മധുസാറ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ. മധുസാർ അവിടെ പോയി കുറെ ദിവസമല്ലേ കണ്ടിട്ട്? അതാരാ മധുസാറ്? ചിരിച്ചിരിച്ചെന്റെ കപ്പാസിറ്റി മൊത്തം. എന്തൊക്കെയുണ്ട് റിയാൻകുട്ട വിശേഷം? സുഖം തന്നെ. എന്താന്നറിയോ, എനിക്കിന്നൊരു വാർത്തയുണ്ട്. എന്താണ് വാർത്ത? ഞാൻ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് 3 ഇനങ്ങളിൽ പങ്കെടുത്തു. ദേശഭക്തി ഗാനവും, ലളിതഗാനവും, പിന്നെ ശാസ്ത്രീയ സംഗീതം. എന്നിട്ട് 3 ഇനങ്ങളിൽ ഫസ്റ്റ്. താങ്ക് യു സാർ. ട്രീറ്റ്. അതെ, എന്ത് ട്രീറ്റാ നമുക്കുള്ളത്? ചെലവ് അങ്ങനെ ചെലവൊന്നുമില്ല. ഒന്നുമില്ലേ? സ്നേഹം പോരാട്ടോ. ചോക്ലേറ്റ് കൊണ്ടുതരില്ലേ ഞങ്ങക്ക്? നാളെ കൊണ്ടുതരാം. നാളെ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? ഉണ്ണികളെ ഒരു കഥ പറയാം. ഇനി എന്ത് വേണം? ഞാൻ എപ്പോഴും ഔസപ്പച്ചൻ ചേട്ടൻ്റെ അടുത്ത് പറയും ഈ പാട്ടിനെ പറ്റി. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഈ പാട്ട് കേട്ടിട്ടുള്ളത് ട്രെയിൻ യാത്രകളിലാണ്. അപ്പൊ ഈ പാട്ട് എപ്പോ വന്നാലും എനിക്ക് ട്രെയിൻ യാത്ര ഓർമ്മ. അങ്ങനെ വരുമല്ലോ. അതെ. അതുപോലെ എനിക്ക് ട്രെയിൻ യാത്ര ഓർമ്മ വരുന്നതാണ് റോജയിലെ പാട്ടുകൾ. ആന്ധ്രാപ്രദേശിൽ കൂടെ പോകുമ്പോ ഈ സൂര്യകാന്തിയുടെ തോട്ടം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ, അപ്പൊ ആ സമയത്ത് ചെവി കൂടെ ചിന്ന ചിന്ന ആസൈ. അപ്പൊ ഇങ്ങനെ ഈ പാടൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരാം. മധുസാറേ, എന്തോ
മറക്കുമോ നീ എന്റെ മൗനഗാനത്തിന്റെ ടെലികാസ്റ്റിൽ നിങ്ങളുടെ കുട്ടികളുടെ ശബ്ദം കേട്ട് ചിരിച്ചെന്റെ ബ്രത്ത് കപ്പാസിറ്റി മൊത്തം എന്റെ പോയി. ദൈവമേ. ആരൊക്കെയാണ് കൂടെ വന്നിരിക്കണേ? എന്റെ അച്ചാച്ചനും ആ. അമ്മൂമ്മയും സ്പെഷ്യൽ ആയിട്ട് അച്ഛനും വന്നിട്ടുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ ലളിതഗാനം പാടിയത് എന്റെ അച്ചാച്ചൻ പഠിച്ച പോളിടെക്നിക്കിലായിരുന്നു. ആണോ? നമ്മുടെ ആ, വാ- അവിടെ ചേർന്ന മത്സരം. ആ, വേദി അവിടെ ആയിരുന്നു. 1968 പഠിച്ച് പാസ്സായതായിരുന്നു. അപ്പൂപ്പനാ? ഓ. അച്ഛനോ? ആ, അച്ഛൻ. ആഹാ. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമസ്കാരം അച്ചാച്ചനും അമ്മൂമ്മ. അമ്മൂമ്മയ്ക്കും രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. അപ്പൊ പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. സിനിമ ഉം. ഉണ്ണികളെ ഒരു കഥ പറയാം. ഓക്കെ. മ്യൂസിക് ഔസേ ബച്ചൻ സാർ. അയ്യോ മതിയേ. ലിറിക്സ് ബിജു തിരുമല സാർ. മതി മതി, അവന്റെ ബ്രത്ത് കപ്പാസിറ്റി കളയല്ലേ. അവൻ ശരിക്കും ഭയങ്കര എൻജോയ് വർഷം എനിക്ക് പറയാൻ മടിയാകും. പറഞ്ഞോ. പറയത്തില്ല, പറഞ്ഞോ. 1987. അയ്യോ പറയല്ലേ, പറയരുത്, ഇനി പറയല്ലേ പ്ലീസ്. പാടിയത് കെ യേശുദാസ് സാർ. വേണ്ട വേണ്ട. അയ്യോ എന്റെ തൊണ്ട ഇപ്പൊ തന്നെ പോവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, തുടങ്ങിക്കോ. ഓൾ ദ ഓൾ ബെസ്റ്റ്. ദ ബെസ്റ്റ്. താങ്ക് യു സാറേ. ഓ, MJ സാറേ, എന്തോ? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഉം. സാറ് മറക്കുമോയില് ഒരാത്മാവുണ്ട് കൂടെ എന്ന് പറഞ്ഞില്ലേ? ആ. എനിക്ക് എപ്പോഴും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു ശീലമുണ്ട്. ഉണ്ടോ? എന്നിട്ട് ആരെങ്കിലും മറുപടി പറയാറുണ്ടോ? ഞാൻ തന്നെ പറയും. ആ, അതാണ് ആ ആത്മാവ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഒരാള് തന്നെ ആ അല്ലേ? അത് അതെ. ഭയങ്കര രസാട്ടോ. താങ്ക് യു സാർ. 1 2 3 4. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിന്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമാ പുല്ലാങ്കുഴൽ നാദമാ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വേഗോട്ടാ എന്തോ കലക്കിക്കോ പാടി. ഓക്കെ സാർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ആ താങ്ക് യു സാർ. ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം.
വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. താങ്ക് യു സാർ. ആര് പറയണം ആദ്യം? മധുചേട്ടൻ പറയണോ, ഞാൻ പറയണോ, എം ജെ സാർ പറയണോ? MJ സാർ. അത് സംശയമൊന്നുമില്ല, എം ജെ സാർ. ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ. റിയാൻകുട്ടാ, എന്തോ സാർ. അങ്കിളുടെ മനസ്സും നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. താങ്ക് യു സാർ. സ്ട്രെയിറ്റ് ടു ഹാർട്ടാണ്. താങ്ക് യു സാർ. അതിന് വേറെ വളഞ്ഞ വഴികളൊന്നും ഇല്ല. പാട്ടിന് അതെ. പാട്ടിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് നേരെ ഇവിടെ കൊള്ളണം. അങ്ങനെയാണ് നമ്മുടെ റിയാൻകുട്ടൻ പാടുന്നത്. താങ്ക് യു സാർ. അത് എന്ത് എഫർട്ട്ലെസ് ഈസിലാവും പാടുന്നത്. അതെ അതെ അതെ. അതല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പാട്ട് റിയാൻകുട്ടൻ പാടിയത് വളരെ അനായാസമായിട്ട്, താങ്ക് യു സാർ. ലളിതമായിട്ട്. ഈ പാട്ട് അങ്ങനെയാണ് പാടേണ്ടത്, അങ്ങനെയാണ് കേൾക്കേണ്ടതും, അല്ലേ? അതിന്റെ ലാളിത്യമാണ് ഈ പാട്ടിന്റെ ഒരു ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. അത് നമ്മുടെ റിയാൻകുട്ടൻ പാടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നില്ലേ? ഇല്ലേ? നിങ്ങൾക്കെല്ലാം കിട്ടിയില്ലേ? തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൺലി ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇസ് മ്യൂസിക്. ചില ഭാഗങ്ങളൊക്കെ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. മഞ്ഞും മണിത്തന്നലും തരും കുഞ്ഞുമ്മ കൈമാറി, അല്ലെങ്കിൽ പുല്ലാഞ്ഞികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽപ്പുറം തന്നിലും. ഏതോ ഒരു ആശാമരച്ചോട്ടിൽ കീഴിൽ ഇങ്ങനെ അങ്കിൾ ഇരിക്കുന്ന പോലെ തോന്നാണ്. ആ രീതിയിലാണ് കൊണ്ടുപോയത്. താങ്ക് യു ആ സാർ. മരത്തിന്റെ ചോട്ടിൽ എന്താണ്, അവിടെ നമുക്ക് നല്ലൊരു തണുത്ത ഒരു കാറ്റും കൂടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? നല്ല സുഖമായിരിക്കും. ആ സുഖമാണ് അങ്കിൾ ഇവിടെ ഇരിക്കുമ്പോ കിട്ടണ ഈ പാട്ട് കേട്ടപ്പോ. താങ്ക് യു സാർ. റിയാൻകുട്ടന്റെ പാട്ട് കേൾക്കുമ്പോ കേട്ടോ. താങ്ക് യു. ഉള്ളിന്റെ ഉള്ളില് എന്നുള്ളത് മാത്രമാണ് അങ്കിളിന്. അത് എന്താണ് പാടിയത്? ഒന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാൾ. അത് ഉള്ളിന്റെ ഉള്ളിലെ, അതാ ഉള്ളിൻ്റെ ഉള്ളിലെ ആ പാനി ഉള്ളിന്റെ ഉള്ളിലെ. പഠിക്കേ. ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ. അതന്നെ. അപ്പൊ പുല്ലാങ്കുഴൽ നാദമാ, അതൊക്കെ ഈസി ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു റിയാൻകുട്ടാ. വെൽക്കം സാർ. റിയാൻകുട്ടാ, എന്തോ? എനിക്ക് വളരെ ഇഷ്ടമായി പാടിയത്. താങ്ക് യു സാർ. വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇഷ്ടമായി. താങ്ക് യു സാർ. ഇപ്പൊ എം ജെ അങ്കിൾ പറഞ്ഞില്ലേ, നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടുന്നതിൽ. താങ്ക് യു സാർ. കാരണം മുഖത്ത് യാതൊരു സ്ട്രെയിനും തോന്നിക്കണില്ല. ഒരു സ്ഥലത്ത് മാത്രം പാടാത്ത പാട്ടിന്റെ ഈണങ്ങളെ ഈണങ്ങളിൽ നിന്നല്ലേ, പാടാത്ത പാട്ടിന്റെ ഈണങ്ങളിലും തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിലും എന്നാണ് ഉദ്ദേശിച്ചിരിക്കണത്. ഓക്കെ, അപ്പൊ അത് ഈണങ്ങളിൽ കേട്ടോ. ബാക്കി എനിക്ക് ഭൂരിഭാഗവും എല്ലാം, ഭൂരിഭാഗം എന്ന് പറയാൻ പറ്റില്ല, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു സാർ. കേട്ടോ. താങ്ക് യു സാർ. യെസ്. അപ്പൊ ഇനി ഇതുപോലെ തന്നെ മുമ്പോട്ടേക്ക് പോട്ടെ. താങ്ക് യു സാർ. മധുവങ്ങള് പ്രാക്ടീസ് ചെയ്യണ പോലെ എന്താ പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ഓം മാത്രം പ്രാക്ടീസ് ചെയ്യും. ഓം മാത്രമല്ല, അല്ലാതെ നമുക്ക് വേറെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ അതുപോലെ പ്രാക്ടീസ് ചെയ്യാം. രാമരാമ എന്ന് പറഞ്ഞില്ലേ, ജപിക്കാറുണ്ടോ? ഉണ്ടല്ലോ. രാമരാമ അതുപോലെ ജപിക്കാം. ഓം തന്നെ പറയണമെന്നില്ല. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ രാമ. എനിക്ക് ശ്വാസം മുട്ടി. ഇതുപോലെ അപ്പൊ അങ്ങനെയും ട്രൈ ചെയ്തോ. ഓക്കെ സാർ. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ ആ അവരുടെ കൂടെ ഇങ്ങനെ മത്സരിച്ചാൽ മതി. ആരാണ് ഏറ്റവും കൂടുതൽ ശ്വാസം പിടിക്കണമെന്ന് ഇങ്ങനെ മത്സരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ആ മത്സരിക്കാറുണ്ട് ഞാൻ ഉണ്ടോ? ചില സമയത്തൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലതാണ് കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. റിയാൻകുട്ടാ, എന്തോ എന്ത് രസമായിട്ടാ പാടുന്നേ. താങ്ക് യു ചേച്ചി. ഒരു പ്രത്യേക ഒരു ഫീലാണ് റിയാൻകുട്ട പാടുമ്പോ. എവിടെ ആ ഒരു പെയിൻ ഒളിഞ്ഞിരിപ്പുണ്ടേ. പക്ഷെ അത് എന്താ പറയാ, ആ പാട്ടിന്റെ ഉള്ളിലൂടെ ആ പെയിനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ് ചെയ്യാണ് റിയാൻകുട്ടൻ. അതെ. ഭയങ്കര രസത്തില്. അതെങ്ങനെ അത് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആർക്കും അത്
പറഞ്ഞു കൊടുത്ത് പാടിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇമോഷനാണ് ആ പെയിൻ എന്ന് പറയുന്നത്. അത് റിയാൻകുട്ടൻ അത് അതെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ആ ഒരു ഇമോഷൻ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. താങ്ക് യു ചേച്ചി. റിയാൻകുട്ടന് ഇനിയും നന്നായി പാടാൻ പറ്റട്ടെ. എനിക്ക് വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല കേട്ടോ. എനിക്ക് ആ ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ തോന്നിയത്. കാരണം ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ റിയാൻകുട്ടന്റെ കയ്യിലുണ്ട്. ചെറിഷ് ഇറ്റ്. ഓക്കെ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഓൾ ഇന്ത്യ റേഡിയോയില് ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു, ജാലകത്തില്, ആകാശവാണി കണ്ണൂരില്. എന്നിട്ട് കൊറേ പാട്ടിനെ പറ്റിയും സംസാരിച്ചു. എന്ത് ചോദിച്ചു? അവരുടെ കാര്യമൊക്കെ പറഞ്ഞോ? പറഞ്ഞു. ഇന്റർവ്യൂ ആയിരുന്നോ മോനെ? ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിലോ ടോപ്പ് സിംഗറിലെ മീനൂട്ടിയെ പറ്റിയുള്ള റിയാന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ ഞാൻ പറയും, എന്നെയൊക്കെ കൈപിടിച്ച് സ്റ്റേജിൽ കൊണ്ടുവരുന്ന മീനാക്ഷി ചേച്ചിയാണ്. അപ്പൊ കുറെ നല്ല വിശേഷങ്ങളുണ്ട് അപ്പൊ അതെ അല്ലേ? ഇനിയും ഇഷ്ടം പോലെ നല്ല നല്ല വിശേഷങ്ങൾ വരട്ടെ ജീവിതത്തില്. അതെ, മാർക്ക് വേണ്ടേ കൂട്ടാ? വേണം. റിയാൻകുട്ടന് ഇന്ന് 98.25 on 100. താങ്ക് യു സാർ. റിയാൻകുട്ടൻ ഹാപ്പിയാണോ? ഒന്നുകൂടെ ഹാപ്പി ആവാൻ വേണ്ടിട്ട് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ റിയാൻകുട്ടനാണ്. താങ്ക് യു. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് മധു അങ്കിളിനെ വിളിക്കാം. ഓക്കെ, വെൽക്കം മധു അങ്കിൾ. വേണ്ട വേണ്ട പല്ല് തേക്കടേ. അയ്യോ വേണ്ട. അതെ MJ അങ്കിളാ. യെസ്, അപ്പോ പെർഫോമർ ഓഫ് ദ ഡേ. അതെ, നമ്മുടെ റിയാൻകുട്ടന് പെർഫോമർ ഓഫ് ദ ഡേ ആയി മാറിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി അല്ലേ? അതെ. അപ്പൊ പോയി പല്ല് വെക്കണം കേട്ടോ. അതൊക്കെ പല്ലേച്ചോ? വേണ്ട വേണ്ട, നോ. എന്നിട്ട് റിയാൻകുട്ട, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് പോവാം. മധുങ്ങളുടെ കൂടെ പോവാണോ? ബൈ ബൈ. ബൈ ബൈ. അയ്യോ, മധുവങ്ങളിനെ കൊണ്ടുപോവല്ലേ? ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു. ഇന്ന് തൽക്കാലത്തേക്ക് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ആരും വിഷമിക്കേണ്ട. അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.